കണ്ണീരോടെയാണ് താങ്കൾക്ക് താങ്കളുടെ ഭർത്താവിനും പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം? എപ്പോഴാണ് ഉണ്ടായത്? ഞങ്ങളുടെ അനുഭവം കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ നടന്ന സംഭവമാണ്. ഞങ്ങളുടെ ഹോട്ടലിന്റെ ഫ്രണ്ടിലുള്ള 2 ജീവനക്കാരെ റോഡിലിട്ട് പോലീസുകാർ മർദ്ദിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ ഒരു വീഡിയോ എൻ്റെ ഹസ്ബൻഡ് എടുത്തിരുന്നു. ഈ സംഭവം നടന്ന് ഒരു 2 ദിവസത്തിന് ശേഷം നോർത്ത് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരൻ നമ്മുടെ വീട്ടിൽ വന്നു. അവിടെ വന്നിട്ട് പറഞ്ഞു ഹസ്ബൻഡിന്റെ പേരിൽ കേസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തിനാണെന്ന് ചോദിച്ചു പറഞ്ഞു അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നതിനാന്ന് പറഞ്ഞു. ആ സമയം ഞാൻ 3 മാസം പ്രഗ്നൻ്റ് ആണ്. 8 മാസമായ 2 ഇരട്ടക്കുട്ടികളുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ചെക്കപ്പിന് പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയും കൂടെ വരാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ടൈമിൽ 2 പോലീസുകാർ നോർത്ത് സ്റ്റേഷനിൽ നിന്ന് വന്നിട്ട് ബെഞ്ചോ എടുത്ത വീഡിയോ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തപ്പം കണ്ടതിന് ശേഷം പോക്കറ്റിലേക്ക് ഫോൺ ഇട്ടിട്ട് ഹസ്ബൻഡിനെ പിടിച്ച് വലിച്ച് ജീപ്പിൽ കയറിടാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു സാറേ കൊണ്ടുപോകരുത്, ഇവിടെ വേറെ ആരുമില്ല, 2 കുഞ്ഞുങ്ങളെയും വെച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്തുണ്ടെങ്കിലും വേണ്ടില്ല ഞങ്ങൾ നാളെ സ്റ്റേഷനിൽ വന്നോളാം, എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളതെന്ന് പറഞ്ഞു. മാറി നിൽക്കടിയെന്ന് പറഞ്ഞ് അവരതൊന്നും കേൾക്കാതെ പിടിച്ചു വലിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. പിന്നാലെ ഞാൻ ഓട്ടോ വിളിച്ച് 2 കുഞ്ഞുങ്ങളെയും ഒക്കത്ത് വെച്ച് സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ 5-6 പേര് ചേർന്ന് ചുറ്റിനും നിന്നിട്ട് ഒരാൾ അടിക്കുന്ന ഞാൻ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഉപദ്രവിക്കരുതേ, എനിക്ക് മക്കൾക്കും വേറെ ആരുമില്ല, ഒരു വീഡിയോ എടുത്തതിന് സാറ് ഇങ്ങനെ ഉപദ്രവിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ അവിടുത്തെ SHO പ്രതാപചന്ദ്ര സാറ് എൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുക ചെയ്ത് നാടാൻ കളിക്കാതെ പൊടിയെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് ഉന്തി തള്ളി. എൻ്റെ കുഞ്ഞുങ്ങൾ ആ സമയം പേടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല, അതൊന്നും അവർ മൈൻഡ് ആക്കുന്നില്ല. മനസാക്ഷിയില്ലാതെ എന്നെ പിടിച്ച് വലിച്ച് പുറത്ത് ഉന്തി തള്ളി വിട്ടു. 2-3 മണിക്കൂറോളം ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ചു. ഒരിറ്റു മനസാക്ഷി അവിടെ ഉണ്ടായിരുന്ന ആർക്കുമില്ല. എൻ്റെ അമ്മ ആ സമയം എത്തി എന്നെ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. ഞാൻ വൊമിറ്റൊക്കെ ചെയ്ത് വയ്യാണ്ടായി അവിടെ വീണു. അപ്പോഴാണ് അമ്മ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് എന്നെ അഡ്മിറ്റാക്കി. നല്ല സീരിയസ് ആയിട്ടുണ്ടായിരുന്നു. അടിയിൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു. 2 കൈക്കുഞ്ഞുങ്ങൾ കയ്യിലുണ്ടായിരുന്നു അല്ലേ? 2 കൈക്കുഞ്ഞുങ്ങൾ എൻ്റെ ഒക്കത്തിരിക്കാലെയാണ് പ്രതാപചന്ദ്ര സാർ എന്നെ മർദ്ദിച്ചത്. ഇത് ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഉണ്ടായത്? നോർത്ത് സ്റ്റേഷൻ, കസബ സ്റ്റേഷൻ.